ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൽമൂസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമുക്ക് ഒരു വാളുണ്ട്. അതിപ്പോൾ 20 സെൻറ്റിമീറ്റർ ഉണ്ടാവാം, 10 സെൻറ്റിമീറ്റർ ഉണ്ടാവാം, ഡിപ്പെൻസ് ആണ്. അപ്പോൾ അതിൽ എത്ര ബ്രിക്സ്, ബ്ലോക്ക് വർക്ക്സ് എത്ര വേണമെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഇതിലൊരു സാമ്പിൾ ഷീറ്റാണ് നമുക്ക് ഈ കാണുന്നത്. ഒരു സാമ്പിളായിട്ടുള്ള എക്സൽ ഷീറ്റാണിത്. ഇതിൽ എക്സ്റ്റീരിയർ വാൾ 200, ഈ എക്സ്റ്റീരിയർ വാൾ തന്നെ 100 ആയിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഇതിൽ വിഡ്ത്ത് നമ്മൾ 0.2 ആണ്. ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ്ങിൽ നിന്ന് എടുത്ത ഹൈറ്റാണ്. ഞാൻ ജസ്റ്റ് ഒരു 4 കൊടുത്തിട്ടുണ്ട്. വോളിയം കാണും എങ്ങനെ, ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് വോളിയം കിട്ടും. യൂണിറ്റ് എന്താ വരിക, മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ. ഈ ഇതൊക്കെ മീറ്ററിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ബ്ലോക്ക് സൈസിൻ്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ഒരു ആസ് പെർ ദ UAE സ്റ്റാൻഡേർഡ് ലെങ്ത്ത് 0.4, വിഡ്ത്ത് 0.2, ഹൈറ്റ് 0.2 ആക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ വോളിയം കണ്ടു. അപ്പോൾ 0.016 ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതേപോലെ ഈച്ച് ബ്ലോക്ക് വർക്കിൽ മോട്ടർ അറിയാലോ, ഫിനിഷിങ് നമ്മൾ മോട്ടറിൻ്റെ തിക്നെസ് കൂടി ആഡ് ചെയ്തിട്ട് എത്ര വരും, അത് ഒരു +25 0.025 കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ആ ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് ആ ഒരു ഇതിൻ്റെ ക്യൂബിക് മീറ്റർ കൂടിയും കിട്ടി. സോ ഇനി അടുത്ത നമ്പർ ഓഫ് ബ്ലോക്സ് ക്വാണ്ടിറ്റി കാണാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, ഹൗ മെനി ബ്ലോക്സ് എത്ര ബ്ലോക്സ് വേണം, ടോട്ടൽ വോളിയം അറിയാം. അതേപോലെ മോട്ടാറിൻ്റെയും കൂടി വോളിയം കൂട്ടിയിട്ടുള്ളത് മോട്ടാറിൻ്റെ വോളിയം അറിയാം. ദെൻ എത്ര കിട്ടും, അത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ആ ഒന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്കതിൻ്റെ എത്ര ടോട്ടൽ ഇത് കിട്ടുമെന്ന് അറിയാം. ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ മോട്ടറിൻ്റെ വോളിയം. സോ ഇത്രയും ആഡ് ചെയ്താൽ എന്താണ്, ഇത്രയും ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, എന്ത് കിട്ടും, ആ ബ്ലോക്ക് വർക്കിൽ എത്ര ബ്ലോക്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇത് സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്. ഇതിങ്ങനെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ അല്ല നമ്മൾ ഒരിക്കലും എസ്റ്റിമേഷൻ ഷീറ്റിൽ ചെയ്യാം. അതിനായിട്ട് ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ബ്ലോക്ക് വർക്ക് എത്ര നമ്പേഴ്സ് ഓഫ് ബ്ലോക്സ് വേണം എന്നുള്ളതൊരു കാറ്റഗറിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ലെങ്ത്താണ് നമ്മൾ ഡ്രോയിങ്ങിൽ നിന്ന് എടുക്കേണ്ടത്. ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഒരു കോൺസ്റ്റൻ്റ് ആണ് ആസ് പെർ ദ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഏതാണ് അവിടെ നമ്മൾക്ക് ഏത് സ്റ്റാൻഡേർഡാണ് തന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതിൽ ബ്ലോക്കിൻ്റെ UAE സ്റ്റാൻഡേർഡാണ് ഇവിടെ നമ്മൾ ബ്ലോക്ക് സൈസ് വോളിയം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് വോളിയം അത് ആ ഒരു കാറ്റഗറി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓരോ കാറ്റഗറി ബ്ലോക്കിൻ്റെ UAE സ്റ്റാൻഡേർഡ്, അതേപോലെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ്, നമുക്കിപ്പോൾ ഖത്തറിൻ്റെ ആണെങ്കിൽ ഖത്തറിൻ്റെ സെപ്പറേറ്റ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. അപ്പോൾ മോട്ടാറിൻ്റെ ആണെങ്കിൽ മോട്ടാർ എത്ര തിക്നെസ് ഓഫ് മോട്ടാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ടാകും. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഓഫ് ബ്ലോക്സ് നമുക്ക് വേണം എന്ന് ക്വാണ്ടിറ്റി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ലെങ്ത്ത് മാത്രം, നമുക്ക് ഡ്രോയിങ്ങിൽ നിന്ന് ലെങ്ത്താണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ ബ്ലോക്ക് വർക്ക്, 20 സെൻറ്റിമീറ്റർ തിക്കുള്ള ഒരു ബ്ലോക്ക് വർക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെ മെഷർ ചെയ്യാവുന്നെങ്കിൽ നമുക്ക് ഡയമെൻഷൻ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പോളി ലൈൻ എടുത്തിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് ലൈൻ ഉപയോഗിച്ചിട്ടാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ ലെങ്ത്ത് മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനതിൻ്റെ ലെങ്ത്താണ് മെഷർ ചെയ്യുന്നത്. ഞാനിപ്പോൾ റാൻഡംലി ഒരു വാൾ സെലക്ട് ചെയ്തു ശരിക്കും അത് എത്രയാണ് ഞാനത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അതിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ വാളായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് എടുക്കുക. 3.88 ആണ് നമുക്ക് കിട്ടിയ ലെങ്ത്ത്. അപ്പോൾ 3.88 ഉള്ള ലെങ്ത്ത് ഞാൻ ഇവിടെ ഇട്ടു. ലെങ്ത്തിൻ്റെ എന്നുള്ള കോളത്തിൽ ഞാൻ 3.88 ഇട്ട് ആഡ് ചെയ്തു. ദെൻ നമുക്കതിൻ്റെ പ്രൊഡക്റ്റാണ് ഇവിടെ കാണുന്നത്. പ്രൊഡക്റ്റ് പറയുന്നത് എന്താ, മൾട്ടിപ്ലിക്കേഷനാണ്. അതേപോലെ ഞാൻ 100ൻ്റെ MM ഞാനത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. നമുക്കത് വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് മുകളിലത്തെ 200ൻ്റെ എക്സ്റ്റീരിയർ വാൾ അത് എടുത്തു. അതേപോലെ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇട്ട് വെച്ച ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കതിൻ്റെ നമ്പർ ഓഫ് ബ്ലോക്സ് ക്വാണ്ടിറ്റി കിട്ടും. അത് വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തിട്ടാൽ മതി. ഇങ്ങനെ ഓരോ ഇക്വേഷൻസ്, ഇപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആയിക്കോട്ടെ, ഇതേപോലെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ബാർ ബെൻഡിങ് ഷെഡ്യൂളിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക്
ക്വാണ്ടിറ്റി കിട്ടും. അത് മാത്രമല്ല ഇത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിച്ചാൽ എത്രയാണെന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ചെയ്ത് ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലോട്ട് ഇതാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഇതെങ്ങനെയാണ് ചെയ്യുക, അതെങ്ങനെയാണ് അതിൻ്റെ നമ്പർ ഓഫ് ബ്ലോക്സ് കാണാമെന്നൊക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.